السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, മറ്റു മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അധിഷ്ഠിത വിദ്യാഭ്യാസം ക്ലാസ് റൂമിൻ്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രം പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് കാണുന്ന സാംസ്കാരികപരമായി, ഇന്ന് കാണുന്ന സാമൂഹികപരമായൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വിഷയം. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്നത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്കാണ്. കാരണം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി തലമുറയെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ അധാർമികമായ ശക്തിയെ അത് AI പ്രധാനമായും കവർന്നെടുക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ക്ലാസ് റൂമുകളുടെ ചുമരുകളിൽ കാണുന്ന പ്രൊജക്റ്റ്, അതുപോലെ തന്നെ മറ്റുള്ള ഡിജിറ്റൽ വിദ്യകളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അവരുടെ പഠന മേഖലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് എന്നത് വലിയൊരു കാര്യമാണെന്ന് നാം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉൾക്കൊള്ളുന്ന ചെറിയ കണലുകളെ അത് വലിയ രൂപത്തിലാക്കി അതൊരു തീയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇക്കാണുന്ന AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ AI ഓരോ വിദ്യാർത്ഥിയുടെ കഴിവിനെയും ആ വിദ്യാർത്ഥികളുടെ ആവിഷ്കാരത്തെയും വിദ്യാർത്ഥികൾ ഒളിഞ്ഞിരിക്കേണ്ട, വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കേണ്ട വലിയ മാനദണ്ഡങ്ങളെ, ചിന്തകളെ, ബോധ്യങ്ങളെയാണ് തീർത്തും വിദ്യാർത്ഥികളിൽ സമർത്ഥിക്കുന്നത് എന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ വിദ്യാർത്ഥികൾ അനിഷ്ഠിതമായ കാര്യങ്ങൾക്കപ്പുറം അധ്യാപകർക്കും AI പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് പുറമെ നമ്മുടെ അധ്യാപകരോടും അത് അതുല്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്താണത്? വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന പോരായ്മകളെ, വിദ്യാർത്ഥികൾ അടങ്ങിയിരിക്കുന്ന ഉയർച്ചകളെയൊക്കെ മാറ്റിത്തിരുത്തി വ്യത്യസ്തമായി കാണുക, കണ്ടെത്തുക എന്നത് നമ്മുടെ അധ്യാപകർക്കും AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായമാകുന്നുണ്ട് എന്നത് ഒരു പ്രധാന ഘടകമാണ്. കഴിഞ്ഞില്ല നമ്മുടെ വിദ്യാർത്ഥികളിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. നമ്മുടെ സാമൂഹികപരമായി, നമ്മുടെ സാമ്പത്തികപരമായി ചെലവഴിക്കുന്ന വലിയ ഉയർന്ന മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം സഹായമാകുന്നുണ്ട് എന്നത് തീർത്തും വ്യത്യസ്തമാണ്, തീർത്തും ഒരു വലിയൊരു ഘടകമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ചോദ്യങ്ങൾ കണ്ടെത്താനുള്ള വഴികളെയൊക്കെ AI പ്രധാനമായും ലക്ഷ്യമാക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫോൺ തുറക്കുകയാണെങ്കിൽ, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ വിദ്യകൾ തുറക്കുകയാണെങ്കിൽ AI തീർത്തും ആപ്പുകളിലൂടെയും മറ്റുള്ള വിദ്യകളിലൂടെയൊക്കെ നമുക്ക് കാണാം. അതിനെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ തലമുറയാണ്, ഭാവിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതലായും അത് വിദ്യാർത്ഥികൾക്ക് ഒരു ചെറിയൊരു ചോദ്യത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം നമ്മുടെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് അത് ആപ്പുകളിലൂടെ ChatGPT പോലത്തെ, ജെമിനി പോലത്തെ ആപ്പുകളിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി തലമുറയെ, വിദ്യാർത്ഥികളിൽ ഉണ്ടാകേണ്ട മാനദണ്ഡങ്ങളെ അത് വ്യക്തമാക്കുന്നുണ്ട് എന്നത് പ്രധാന ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ വാക്യം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമം കൊണ്ട് നിങ്ങൾ വായിക്കുക എന്നത് ഈ വിദ്യാഭ്യാസ തരത്തിൽ, ഈ വിദ്യാഭ്യാസപരമായ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. അതിലാണ് നമ്മുടെ AI വിദ്യാഭ്യാസം, AI തലങ്ങൾ, അതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതൊക്കെ നമുക്ക് നേരിടുന്നത്, അതൊക്കെ നമ്മിലേക്ക്
അടുപ്പിക്കുന്നത് എന്നത് പ്രധാനമായൊരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്കും ഇതിലൂടെ നമുക്ക് ശ്രദ്ധേയമാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഇൽമു പഠിക്കുക, നിങ്ങൾ വിദ്യ നേടുക, നിങ്ങൾ അറിവ് നൽകുക. അറിവ് എവിടെയാണെങ്കിലും നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ബുൽആറിൽ നിന്നാണെങ്കിലും നിങ്ങൾ അറിവ് സമ്പാദിക്കുക എന്നത് ഇതിലൂടെ നമുക്ക് പ്രധാനമായ കാര്യമാണ്. നമ്മൾ ദൂരദിക്കുകളിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ കൈമിൽ കിടക്കുന്ന ചിത്രരൂപത്തിലായിക്കൊണ്ട് നമുക്ക് AI നമുക്ക് വെളിവാകുന്നുണ്ട്, നമുക്ക് തുറന്നു കാണിക്കുന്നുണ്ട് എന്നത് വലിയൊരു ഘടകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.